ആസിഡ് അറ്റാക്ക് ഒക്കെ മാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഈ റിജക്ഷൻ അത്ര എളുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പൊ കൂടുതലായിട്ടുള്ളതാണോ നേരത്തെ തൊട്ടുള്ളതാണ്? റിജക്ഷൻ ആർക്കും അത്ര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് റിയാക്ട് ചെയ്യുന്ന രീതിയാണ് ഡിഫറെന്റ്. കുറെ പേര് സെൽഫ് ഹാമിലേക്ക് പോകും, കുറെ നാൾ വീട്ടിൽ കുത്തിയിരിക്കും, നിരാശകാമുകൻ നിരാശകാമുകി അതൊക്കെ വരുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. കുറെ പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യും, അത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് ഈ ആസിഡ് അറ്റാക്ക് പോലുള്ള സിറ്റുവേഷൻസ്. അല്ലാത്തവർ അവരുടെ ഡീഫെയിം ചെയ്യും, ബിക്കോസ് അവർക്ക് സഹിക്കില്ല. കാരണം വൺസ് ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ പൊസസീവ്നെസ്, പൊസഷൻ, ഹി ഓർ ഷീ എൻ്റെ ആണ് എന്നൊരു തിങ്കിങ് വരും. പിന്നീട് അതൊരു വേറൊരു നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവാണ്. നമ്മുടെ ആ ഒരു പൊസഷനിൽ നിന്ന് ഈ ഒരു വ്യക്തി പോവാണ്. ഈ നെഗറ്റീവ്ലി റിയാക്ട് ചെയ്യുന്നവരുടെ ഒരു സൈക്കോളജി പറയുന്നത്